ഹായ് ഫ്രണ്ട്സ്, സ്വരൂപാണ്. ഇന്ന് ഒരു വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ പാലക്കാട് ജില്ലയുടെ തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ഇവിടെ ആനമല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കർഷകനെയാണ്. കർഷകൻ മാത്രമല്ല, അദ്ദേഹം ഒരുപാട് മറ്റ് പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്ന ആളാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ധനപാൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു തെങ്ങ് കൃഷി ചെയ്യുന്ന കർഷകനാണ്, കേര കർഷകനാണ്. അതോടൊപ്പം തന്നെ നീര, നമുക്കറിയാം കേരളത്തിൽ ഒരുപാട് നീര പ്രൊഡ്യൂസിങ് കമ്പനികളെല്ലാം തന്നെ വന്നതാണ്. പക്ഷേ പലപ്പോഴും അതെല്ലാം തന്നെ പല ഘട്ടങ്ങളിലായിട്ട് പൂട്ടിപ്പോകുന്ന സ്ഥിതി ഉണ്ടായി, നഷ്ടത്തിലായി പോകുന്ന സ്ഥിതി ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു കർഷകനെ പരിചയപ്പെടുന്നതും അദ്ദേഹത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതും. ഇവിടെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നീരയിൽ വലിയ പരീക്ഷണങ്ങൾ നടത്തുകയും ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത് ഇന്ന് വളരെ സക്സസ് ആയി നീര എന്നൊരു ഉൽപ്പന്നം വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതോടൊപ്പം തന്നെ നീരയോടൊപ്പം നീരയുടെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റുകളായിട്ടുള്ള നീര ഹണി, അതുപോലെ തന്നെ ഷുഗർ തുടങ്ങിയിട്ടുള്ള സംഗതികൾ സ്വന്തം ബ്രാൻഡിൽ ഉൽപ്പാദിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു കർഷകനാണ്. അദ്ദേഹത്തെ പരിചയപ്പെടാം. സാർ ഒന്ന് എക്സ്പ്ലെയിൻ. വണക്കം. മൈ നെയിം ഇസ് ധനപാൽ മുത്തുസ്വാമി. ഐ എം ഫ്രം ஆனைமலை வில்லேஜ். ஆக்சுவலி பார்த்தீங்கன்னா நாங்கள் ஒரு 6-7 இயர்ஸாக வந்து நீராவில் வந்து இனிஷியலாக கொஞ்சம் ஆர்என்டியெல்லாம் கொஞ்சம் பண்ணிகிட்ருக்கோம். இப்போ லாஸ்ட் 3 இயர்ஸாக வந்து நாங்களோட ப்ரொடக்ஷன் வந்து நீரா சுகர், நீரா குக்கீஸு, ஸோ இந்த மாதிரி வேல்யூடட் ப்ராடக்ட்ஸ்லாம் கொஞ்சம் பண்ணிவிட்டு மார்க்கெட்டில் பண்ணிகிட்ருக்கோம். சென்னை, கோயம்புத்தூர்லாம் வந்து நீரா சேல்ஸ் பண்ணிகிட்ருக்கோம். ഇപ്പോൾ வந்து സക്സസ്ഫുൾ ഓരളவுக்கு ഇപ്പോൾ தான் வந்து பண்ணிக்கிட்டு இருக்கோம். നമുക്ക് ഇവിടെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. കോൾഡ് ചെയിനിലാണ്, എല്ലാം കോൾഡ് ചെയിനിലാണ് ഇതിൻ്റെ മുഴുവൻ പ്രോസസ്സിങ് നടക്കുന്നത്. അതായത് നീര് ടാപ്പ് ചെയ്ത്, തെങ്ങിൽ നിന്ന് നീര് ടാപ്പ് ചെയ്ത് എടുക്കുന്നത് മുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നത് വരെയുള്ള എല്ലാ സമയവും പൂർണ്ണമായിട്ട് കോൾഡ് ചെയിനിലൂടെ വളരെ എഫേർട്ടുള്ളൊരു വർക്കാണ്. വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു മാതൃകയാണിത്. ഒരുപക്ഷെ നമ്മളുടെ ഒരുപാട് പേർക്ക് ഇത് പഠിക്കാൻ കഴിയുന്ന ഒരു മാതൃകയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും നമുക്ക് ഇവിടുത്തെ മറ്റ് വിശേഷങ്ങളിലേക്കും കിടക്കാം. സുഹൃത്തുക്കളെ, ഈ കാണുന്നത് കണ്ടില്ലേ, ഇത് തെങ്ങിൻ്റെ മേലെ നീര ചെത്തുന്ന കാഴ്ചയാണ്. നീര ചെത്തിയെടുക്കുന്ന, അപ്പോൾ അതിനെ പൂക്കൊല, അതിനു വേണ്ടിയുള്ള നമ്മളുടെ തെങ്ങിൻ്റെ കുലയുണ്ടല്ലോ, അപ്പോൾ അത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനെ അടർന്നു പോകാതിരിക്കാൻ അല്ലെങ്കിൽ വിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ നമ്മളുടെ ഓല കൊണ്ട് തന്നെ ചെറിയ ചുറ്റി കെട്ടിവെക്കുന്നതാണ്. ഒരു പ്രത്യേക തരത്തിലുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ചെത്തുന്നത്. നമുക്ക് ആ വീഡിയോയിൽ കാണാം. അത് കണ്ടില്ലേ, വളരെ നൈസായി, വളരെ വലിപ്പം കുറഞ്ഞ് ചെറിയ രീതിയിലാണത് ചെത്തിയെടുക്കുന്നത്. വളരെ നല്ലൊരു, ഞാൻ ആദ്യമായിട്ടാണ് നീര ചെത്തുന്നത് കാണുന്നത്. കള്ളി എത്തുന്ന ഒരു മോഡൽ തന്നെയാണ്, പക്ഷേ അതിന് പ്രത്യേകതയുള്ള കത്തിയാണ്. വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതി കൂടിയാണ്. അതോടൊപ്പം തന്നെ മുൻപ് അതിനകത്ത് വെച്ചിട്ടുള്ള കോൾഡ് ചെയിൻ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കോൾഡ് ചെയിൻ അവർ അതിനോട് എടുത്തിട്ടുള്ള ആ സംഗതിയാണ് നീര. ആ കവറിലിരിക്കുന്നതാണ്. ഒരിക്കലും ചൂടാവാതെ നീര പ്രോസസ്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുള്ള, കണ്ടില്ല, ഐസ് ക്യൂബാണ് അതിനകത്ത് ഇടുന്നത്. ആ ഐസ് ക്യൂബ് ഇട്ട് വെച്ചിട്ടുള്ള ബോക്സിനകത്ത് കവർ ഇറക്കി വെച്ച് ആ കവറിലേക്കാണ് ഉൽപ്പാദിപ്പിക്കുന്ന നീര ഓരോ തുള്ളി തുള്ളിയായിട്ട് ഒറ്റി വീഴുന്നത്. കാരണം ഒരു ഘട്ടത്തിൽ പോലും അത് ചൂടാവരുത്, തണുപ്പ് പൂർണ്ണമായി നിലനിർത്തിക്കണ്ടു. പ്രത്യേക തരത്തിൽ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു പാത്രമാണ്, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കണ്ടെയ്നറാണ് അവിടെ വെച്ചിട്ടുള്ളത്. അവരത് മാത്രമല്ല, ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് നീര ടാപ്പ് ചെയ്യുന്ന ആൾ പോകുന്നതും വളരെ കൗതുകകരമായിട്ടൊരു കാഴ്ചയാണ്. നോക്കൂ, 2 തെങ്ങുകൾ തമ്മിൽ ചേർത്ത് കെട്ടിയിട്ടുള്ള കയറിലൂടെ അദ്ദേഹം ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക്, വളരെ പണ്ട് ഒരു സിനിമയിലൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടുള്ളത് പോലെ ഒരു തെങ്ങിൽ നിന്ന് മറ്റൊരു തെങ്ങിലേക്ക് കയറിലൂടെയാണ് അദ്ദേഹം പിടിച്ച് പോകുന്നത്. വളരെ കൗതുകകരമായിട്ടൊരു കാഴ്ചയായിട്ട് എനിക്കത് തോന്നി. ഹായ്, ഇതാണ് നീര ഷുഗർ എന്ന് പറയണത്. ഇത് കണ്ടില്ലേ, സാധാരണ നമ്മുടെ നീരയെ ചൂടാക്കി അതിനെ കുറുക്കിയെടുത്ത് നീര ഹണിയെ മാറ്റി നീര ഷുഗറാക്കി എടുക്കുന്നത്. ടെക്നോളജികളെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് ഡീറ്റെയിൽഡായിട്ട് അറിയില്ല. പക്ഷേ നീരയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഷുഗറാണത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള, അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പക്ഷേ ഇതാണ് നീര ഷുഗർ എന്ന് പറയുന്ന സംഗതി. ഇവിടെ ഫുഡ് ഹിൽ ഫാർമേഴ്സ് എന്ന ബ്രാൻഡിലാണ് ഈ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തത്. നീര ഷുഗർ. ഇത് കണ്ടില്ലേ, നമ്മളതിൻ്റെ ചിത്രം കാണുന്ന വെച്ചാൽ ഇതാണ് നീര ഷുഗർ. പാക്ക് ചെയ്ത് ഈ നിലയ്ക്കാണ് അത് പാക്ക് ചെയ്തിട്ട് അവർ മാർക്കറ്റിൽ എത്തിക്കുന്നത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി നമ്മളുടെ നീര എന്ന് പറയുന്നത് ഇതാണ്. അങ്ങനെ ബോട്ടിലുകളായിട്ടും മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. വളരെ എന്താ പറയുക, കാണുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഗതിയാണ്. ഇവിടെ ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ എക്യുപ്മെൻറ്റ്സ്. ഇത് നീര ഷുഗറിനെ അല്ലെങ്കിൽ നീര ഹണി ഉണ്ടാക്കാൻ വാല്യുവേഷൻ ചെയ്യേണ്ട ചേമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് അറേഞ്ച് ചെയ്തത്.
ഒരുപക്ഷെ എന്താ പറയുക, നമ്മളെല്ലാം കണ്ടു പഠിക്കേണ്ട ഒരു മാതൃക തന്നെയാണ് ഇദ്ദേഹം ഇവിടെ സ്വീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. എങ്കിലും നമുക്ക് ഇത്തരത്തിൽ നമുക്കൊരു കാര്യം അല്ലെങ്കിൽ ഒരു കാഴ്ച പങ്കുവെക്കാനുള്ള അവസരം ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി അറിയിക്കാൻ കൂടി ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെയുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കാനുള്ളത്. ഈ ഒരു കാണുന്ന ബോർഡില് അതിന്റെ കുറെ കാഴ്ചകൾ എങ്ങനെയാണ് നീര ചെത്തിയെടുക്കുന്നത് അല്ലെങ്കിൽ ശേഖരിക്കുന്നതിന്റെ രീതിയൊക്കെ ഈ ഒരു ബോർഡിൽ കാണിച്ചിട്ടുണ്ട്. തെങ്ങിന്റെ പൂക്കുലയിൽ നിന്ന് ഊർന്നു വരുന്ന ലിക്വിഡിനെ ചൂടാവാതെ അല്ലെങ്കിൽ അത് ഫെർമെന്റ് ആവാതെ ആ തണുപ്പിൽ തന്നെ അല്ലെങ്കിൽ തണുപ്പിച്ച് തെങ്ങിൽ നിന്ന് തന്നെ ഒരു കോൾഡ് ചെയിൻ പ്രോസസ്സിലൂടെ ഉപഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന ഒരു രീതി കൂടിയാണിത്. നമുക്ക് ഇതിന്റെ മറ്റു ഡീറ്റെയിൽസ് കാണാം. ഇത് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ നീര കുടിക്കുകയാണ്. താങ്ക് യു. ഗംഭീരമായിട്ടുള്ളൊരു ഉൽപ്പന്നമാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങൾ അല്ലെങ്കിൽ കുറേ ആരോഗ്യം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണ്. വളരെ മനോഹരമായിട്ടുണ്ട്. ഞാൻ മുൻപ് പാലക്കാട് പാലക്കാട് കേര പ്രൊഡ്യൂസർ കമ്പനി ഉണ്ടായിരുന്നപ്പോഴും നീര കമ്പനി ഉണ്ടായിരുന്നപ്പോഴും അവിടെ പോയി ഇതേപോലെ ഒരു ഉൽപ്പന്നം ഉപയോഗിച്ചിട്ടുള്ളതാണ്. വളരെ നന്നായിട്ടുള്ള ഒരു ഗംഭീരമായിട്ടുണ്ട്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. നമ്മുടെ കേരളത്തിലെ നമ്മുടെ പാലക്കാട് ജില്ലയിലുണ്ടായിരുന്ന കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ ഇതേപോലെ ഒരു നീര പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. അപ്പം അന്ന് അതുമായി ബന്ധപ്പെട്ട് കുറേ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് നമ്മുടെ പപ്പാട്ടൻ. ഞാൻ മുമ്പ് നമ്മുടെ ഒരു വീഡിയോയിൽ അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ നീരയുടെ ഗുണങ്ങളെക്കുറിച്ച് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ആൾ പറഞ്ഞുതരും ചെയ്യും. നീരയുടെ ഗുണങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാൻ ധനപാലുമായിട്ടുള്ള നമ്മുടെ ബന്ധം പറയാം. പാലക്കാട് കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനി മാത്രമായിരുന്നു അന്ന് കേരളത്തിലെ മറ്റ് കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോൾഡ് ചെയിൻ പ്രോസസ്സ്, ഈ കോൾഡ് ചെയിൻ കംപ്ലീറ്റ് എന്താ പറയുക ടെക്നോളജി അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് CPCRI ടെക്നോളജിയാണ്. അത് അഡാപ്റ്റ് ചെയ്തിട്ടുള്ളത് പാലക്കാട് കമ്പനി മാത്രമായിരുന്നു. അന്ന് പാലക്കാട് കമ്പനി ഇത് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ നീരയുടെ പ്രവർത്തനം തുടങ്ങിയ ആളാണ് ശ്രീ ധനപാൽ. അന്ന് തൊട്ട് നമുക്ക് പരിചയമുള്ള ആളാണ്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇതിൻ്റെ ഒരു ഇവല്യൂഷൻ മുഴുവൻ വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരു കക്ഷിയാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. അപ്പോൾ ഈ നീരയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഗുണങ്ങളെന്ന് പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ വിവരിച്ച് തീരാത്ത സാധനങ്ങളാണ്. ഇതൊരു സത്യം പറഞ്ഞാൽ പ്രകൃതിയുടെ അമൃതം എന്നൊക്കെ പറയുന്ന സാധനമാണ്. എന്ന് വെച്ചാൽ ഹൈ റിച്ച് ഇൻ പ്രോട്ടീൻസ്, റിച്ച് ഇൻ എന്താ പറയുക മിനറൽസ് ആയിട്ടുള്ളൊരു സാധനമാണ്. പൊട്ടാസ്യം പോലെ നമ്മളിപ്പോൾ സാധാരണ ഇളനീർ കരിക്ക് കുടിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ബോഡി സോൾട്സ് ഭയങ്കരമായിട്ട് താഴെ പോകുമ്പോൾ കരിക്ക് അത് ഭയങ്കര പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ നമ്മൾ ORS ഒക്കെ കുടിക്കുന്നില്ലേ, ORS കുടിക്കുന്നതിന് ഈക്വലാണ് കരിക്ക് കുടിക്കുന്നത്. ആ കരിക്കിൻ്റെ ഒരു 3 ഇരട്ടി എന്താ പറയുക റിച്ചാണ് നീര. ആ കരിക്കിനേക്കാൾ കൂടുതൽ പൊട്ടാസ്യവും കൂടുതൽ മിനറൽസും കൂടുതൽ എന്താ പറയുക എന്താ പറയുക ബ്രിക്സ് ലെവൽ, അതായത് മധുരവും അതായത് ഗ്ലൂക്കോസ് എനർജി ഉള്ള ഒരു ഡ്രിങ്കാണ് നീര. ഇനി അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ സാധാരണ ഗ്ലൂക്കോസ് കൂടിയാൽ പ്രശ്നമാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഇൻസുലിൻ അത്രയും പ്രൊഡ്യൂസ് ചെയ്യണം, ഇതിനെ എന്താ പറയുക നോർമലൈസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഗ്ലൈസീമിക് ഇൻഡെക്സ് താഴെയാണ് എന്നുള്ളതുകൊണ്ട്, അതായത് സാധാരണ ഷുഗറിനേക്കാൾ ഷുഗർ 70 ആണെങ്കിൽ ഇതിൻ്റെ നീരയുടെ ഗ്ലൈസീമിക് ഇൻഡെക്സ് 35 ആണ്. എന്ന് വെച്ചാൽ ഹാഫാണ്. അങ്ങനെ ആകുമ്പോൾ എന്തായി, നമ്മുടെ ശരീരത്തിൽ ഈ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ വളരെ സ്ലോ ആയിട്ട് തന്നെ മതി. അതുകൊണ്ട് തന്നെ ഈ ഷുഗർ പേഷ്യൻസിന് വളരെ സേഫായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഇതാണ്. അങ്ങനെ അതുകൊണ്ടാണ് ഈ നീരയിൽ നിന്നുണ്ടാക്കുന്ന ഷുഗർ, നീര ഷുഗർ അല്ലെങ്കിൽ പാം ഷുഗർ അല്ലെങ്കിൽ കോക്കനട്ട് ഷുഗർ എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ട് ആൾട്ടർനേറ്റീവ് ഷുഗറായിട്ട്, അതായത് നാച്ചുറൽ ആൾട്ടർനേറ്റീവ് ടു ഷുഗർ എന്നുള്ള നിലയ്ക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇപ്പം നിങ്ങൾ ഏത് ഒരു 3 സ്റ്റാറിൻ്റെ മുകളിലുള്ള ഏത് ഹോട്ടലിൽ പോയാലും നമുക്ക് സാധാരണ കിട്ടുക വളരെ സാഷകളിലുള്ള കോക്കനട്ട് ഷുഗറാണ് കിട്ടുക. ഇദ്ദേഹം തന്നെ അത് പല സ്ഥലത്തേക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ വളരെ വലിയൊരു മാർക്കറ്റ് വെളിയിൽ എക്സ്പോർട്ട് ലെവലിലുണ്ട്. അതുമാത്രമല്ല ഇന്തോനേഷ്യയാണ് ഇന്ന് നീര ഷുഗർ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രി. അതിൻ്റെ തൊട്ട് പിന്നാലെ എത്താനുള്ള കപ്പാസിറ്റി ഇന്ത്യക്കുണ്ട്. നമ്മുടെ സർക്കാരുകളുടെ പല നടപടികളും അതിനെ പറ്റിയുള്ള ശ്രദ്ധയില്ലായ്മയും പിന്നെ പല ലോബികളും ഒക്കെ കൊണ്ടാണ്
നമ്മളവിടെ എത്താത്തത്. പക്ഷേ ഒരു കർഷകൻ വിചാരിച്ചാൽ പോലും അവിടെ എത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം. അപ്പോൾ உங்க கூட பழகுறதுக்கே ரொம்ப ഹാപ്പിയാ இருக்கிறீங்க. ഇത് കണ്ടില്ലേ ഫ്രണ്ട്സ്, വളരെ മനോഹരമായി, ഒരുപക്ഷെ കേരളത്തിലൊന്നും ഇത്ര മനോഹരമായിട്ടുള്ള തോട്ടങ്ങൾ അപൂർവമായിരിക്കും. വളരെ മനോഹരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു തെങ്ങിൻ തോട്ടമാണിത്. അതിനകത്ത് തന്നെ വളരെ എന്താ പറയുക അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും. ഓരോ തെങ്ങിൻ്റെയും താഴെ ഡ്രിപ്പ് എത്തുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നീരെക്കുറിച്ച് അറിയാം. ഒരു ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെയോ വിതരണത്തിൻ്റെയോ ഘട്ടത്തിൽ ചെറിയ പാളിച്ച ഉണ്ടായാൽ പോലും അത് എന്താ പറയുക വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന, അതല്ലെങ്കിൽ നീരെ പുളിച്ചു പോകുന്ന, കേടുവരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഒരു കർഷകൻ എന്ന നിലയ്ക്ക് ഒരുപാട് പ്രയത്നിച്ചിട്ടായിരിക്കും അദ്ദേഹം ഒറ്റയ്ക്ക് ഇത്തരത്തിലൊരു സംരംഭം കെട്ടിപ്പടുത്തിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ഒരു കർഷകൻ എന്ന നിലയ്ക്ക് എനിക്കൊക്കെ വളരെ മാതൃകയാക്കാൻ തോന്നുന്ന ഒരു കർഷകൻ കൂടിയാണ് അദ്ദേഹത്തെ എനിക്ക് തോന്നി. കാരണം എന്താ വെച്ചാൽ ഞാനൊക്കെ കൂടുതൽ വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ മൂല്യവർദ്ധനവിന് വേണ്ടി വല്ലാതെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോഴാണ് ഒരു തെങ്ങിൽ നിന്ന് ഇത്രയ്ക്കധികം വാല്യൂ അഡീഷൻ ചെയ്യാൻ കഴിയുന്നതിൻ്റെ പുതിയ സാധ്യതകൾ ഇവിടെ തുറന്നു കാണിക്കുന്നത്. കേരളത്തിൽ ഒരുപാട് നമ്മൾ പരാജയപ്പെട്ടു പോയിട്ടുള്ള ഒരു സംഗതി കൂടിയാണിത്. അതുകൊണ്ട് കാണുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. കാണാൻ താല്പര്യമുള്ള മറ്റു ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ്